ഇപ്പം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു ഈ നിലമ്പൂരിലെ എടുത്തു പറയുമ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങൾ, പ്രാർത്ഥനാ ഗോത്ര വിഭാഗങ്ങൾ ഏറെയുള്ള ഒരു നാട് കൂടിയാണ് നിലമ്പൂര്. അത് പലപ്പോഴും അങ്ങയുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. പല വിധത്തിൽ, പ്രളയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ ഒരു ചേർത്ത് പിടിക്കുന്നത് അങ്ങയുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ അങ്ങനെ സംരക്ഷിക്കുന്ന ഒരാൾ നിലമ്പൂരിന് അത്യാവശ്യം തന്നെയാണോ? അവരെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? അല്ല, ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഏറ്റവും പ്രിമിറ്റീവ് ട്രൈബ്സ്, നേരത്തെ പറഞ്ഞ പ്രാർത്ഥന വിഭാഗത്തിൽപ്പെട്ട കുറേ കാട്ടുനായ്ക്കർ, ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കുറേ ആദിവാസി മനുഷ്യരുള്ള സ്ഥലമാണ്. അവരൊക്കെ കാട്ടിനകത്ത് തന്നെ താമസിക്കുന്നവരാണ്. അപ്പോൾ കാട്ടിനകത്ത് തന്നെ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ UDF ഗവൺമെൻറ്റും അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് തുടർന്ന് വരുന്ന കാര്യങ്ങൾ. ഈ കാട്ടിൽ തന്നെ താമസിക്കുന്ന അവർക്ക് അവിടെ വീട് നിർമ്മിച്ചു കൊടുത്ത്, അവിടെ അവർക്കുള്ള ഹാബിറ്റാറ്റ് ഉണ്ടാക്കി കൊടുത്ത്, അവർക്കുള്ള കരണ്ട് അത്രയും, ഇപ്പോൾ വിദ്യുത് ശക്തി തന്നെ, വൈദ്യുതി തന്നെ അവർ ഓവർഹെഡ് വലിച്ചു കഴിഞ്ഞാൽ കാട്ടിനുള്ളിലൂടെ പോകുന്നു. എപ്പോഴും കംപ്ലൈൻറ്റ്. പിതാവ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്താണ് ഭൂമിക്കടിയിലൂടെ അവർക്ക് കരണ്ട് വലിച്ചു, വിദേശങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ. മാത്രമല്ല, ഈ ഓവർഹെഡ് ലൈൻ വലിക്കുന്നതിൻ്റെ 20 ഇരട്ടി ചെലവാണ് ഭൂമിക്കടിയിലൂടെ. കോടികൾ മുടക്കിയിട്ടാണ് അവർക്ക് വൈദ്യുതി വെച്ചത്. അങ്ങനെയൊക്കെ പരിരക്ഷിച്ചു പോകുന്നതാണ്. പക്ഷേ ഇന്ന് വളരെ വേദനാജനകമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, 2019 പ്രളയത്തിൽ നമുക്കറിയാലോ, ഇപ്പോൾ കവളപ്പാറ ദുരന്തം ഉണ്ടായ ആ പ്രളയത്തിൽ 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂരിൽ വീട് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്കൊക്കെ വീട് വെച്ചു കൊടുത്തു. ഈ 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇന്ന് 7 കോളനികളിലായി ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയുകയാണ്. പൂത്തല് പഞ്ചായത്തിലെ ചാലിയാർ പുഴയ്ക്ക് അക്കരെയുള്ള കവളപ്പാറ തുടങ്ങിയ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ അടക്കമുള്ള 4 ചെറിയ മഴ പെയ്താൽ അവർ ഒറ്റപ്പെടുക. അതേപോലെ തന്നെ പുഞ്ചക്കൊല്ലി, അളക്കൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കരുളായി പോയി നോക്കിയാൽ അറിയാം. പിന്നെ എന്താ പറയുക, നമ്മളെ കരുളായിൽ നമ്മുടെ മുണ്ടക്കടവ് കോളനി. ഈ 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ, നമുക്കൊക്കെ എത്ര സമയം ഒരു നീല പ്ലാസ്റ്റിക് ഷീറ്റില്ലേ, നമ്മളിപ്പം മരിച്ചു കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണത്തിനോ ഒക്കെ അതിനൊന്നും വിരിക്കില്ല. കാര്യം എന്താ വെച്ചാൽ അതിനുള്ളിൽ 10 മിനിറ്റ് കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. വെള്ളമൊലിപ്പാണെങ്കിലും അതെ, അത്രയും ചൂടുണ്ടാവും. ഈ ആദിവാസി കുടുംബങ്ങൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാണ്. ഈ 300 ചില്ലാനം കുടുംബങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് ശൗചാലയമില്ല, അവർക്ക് കുടിവെള്ളമില്ല, അവർക്ക് കറണ്ട് ഇല്ല, അവർക്ക് വീടില്ല, ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവരെ മാത്രം റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് വനാവകാശ നിയമപ്രകാരം അവർക്ക് ഇന്ത്യ ഗവൺമെൻറ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത വനാവകാശ നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ട ഭൂമി കൊടുക്കുന്നില്ല സർക്കാർ, വീട് വെക്കാൻ. പക്ഷേ പേരിന് വളരെ സംരക്ഷണം ഒരുക്കുന്നു. മാത്രമല്ല, അവസാനം ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ടാണ് അവർക്ക് ശൗചാലയം നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയത്. എന്നിട്ട് ഹൈക്കോടതിയിൽ പോലും ഇവർ കള്ള റിപ്പോർട്ട് കൊടുത്തിരിക്കുക. ഇങ്ങനെ ഈ പറയുന്ന പ്രാർത്ഥനാ ഗോത്ര വിഭാഗം, പ്രിമിറ്റീവ് ട്രൈബ്സ്, അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതിന് പകരം അവരെ ഇന്ന് ഈ കാട്ടിനുള്ളിൽ കാട്ടുമൃഗങ്ങൾക്കിടയിൽ ഒരു സുരക്ഷിതത്വമില്ലാതെ, പാർക്കാൻ വീടില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ശൗചാലയമില്ലാതെ അവർ നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനൊക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാവണം. ഇവിടുത്തെ നിലമ്പൂരിലെ ജനത ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അങ്ങനെ മൊത്തത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചയായിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചയാവേണ്ടത് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ആളുകളെ അവർക്ക് സംരക്ഷണം ഒരുക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുന്ന ഒരാൾ കടന്നു വരട്ടെ. നമ്മൾ ഇനിയും
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂരിലെ ആളുകളുടെ, നിലമ്പൂരിലെ ജനങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗൾഫ് മീഡിയ 24. Gulf Media 24, the complete by-election details from Nilambur.